നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിലെ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് നൽകുന്ന ഒരു സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡ് ഫോർ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്. ഇതാണ് ഇന്നത്തെ ടോപ്പിക്. 2023-24 കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്കുള്ള ആപ്ലിക്കേഷൻ ഫോം ഇപ്പോൾ ഇവർ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആണ്. 26/12/2024 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾക്കിത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അപേക്ഷയോടൊപ്പം വെക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആദ്യം ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാം. 2023-24 അധ്യയന വർഷത്തിൽ നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും സർക്കാരോ അതല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലോ SSLC, THSLC, +2, VHSC എന്നിവ കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ബിരുദമോ അതല്ലെങ്കിൽ ബിരുദാനന്തരമോ കോഴ്സ് കഴിഞ്ഞൊരു വിദ്യാർത്ഥി ആയിരിക്കണം. SSLC, +2 പരീക്ഷകളിൽ നിങ്ങൾ എല്ലാ വിഷയത്തിനും A+ നേടിയിരിക്കണം. ഇനി ബിരുദ തലത്തിലാണെങ്കിൽ നിങ്ങൾ 80% മാർക്ക് നേടിയിരിക്കണം. ബിരുദാനന്തര തലത്തിലാണെങ്കിൽ നിങ്ങൾ 75% അതിലധികമോ മാർക്ക് വാങ്ങിയിരിക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇത് കൂടാതെ നിങ്ങൾ കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കേരളത്തിലുള്ളതായിരിക്കണം. കേരളത്തിലെ മുസ്ലിം, സിഖ്, പാഴ്സി, ബുദ്ധ, ജൈന മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. BPL വിഭാഗക്കാർക്ക് ഇതിൽ മുൻഗണന നൽകുന്നതാണ്. BPL വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇല്ലെങ്കിൽ മാത്രമാണ് APL വിഭാഗത്തിലുള്ളവരെ പരിഗണിക്കുക. ഇത്രയൊക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് minority.welfare.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റായ minority.welfare.kerala.gov.in എന്ന വെബ്സൈറ്റിലോ അതല്ലെങ്കിൽ scholarship.minorityWelfare.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ സൈറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് ഫോർ 2024-25 എന്ന ലിങ്ക് കാണാം. ആ ലിങ്കിന്റെ സൈഡിലായിട്ട് അപ്ലൈ ഓൺലൈൻ കാണാം. അപ്പൊ നിങ്ങൾ അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു രജിസ്ട്രേഷൻ ഫോം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ SSLC ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ, ബാക്കി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അതുപോലെ ഏത് പരീക്ഷയാണ് നിങ്ങൾ പാസ്സായിട്ടുള്ളത് അതിന്റെ രജിസ്ട്രേഷൻ നമ്പറും അതുകൂടാതെ ബാക്കി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ മാർക്ക് ഷീറ്റിന്റെ കോപ്പി, ഫോട്ടോ, സിഗ്നേച്ചർ, റേഷൻ കാർഡിന്റെ കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, ഇൻകം സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം 100 KB താഴെയായിട്ട് അപ്ലോഡ് ചെയ്യണം. ഇതെല്ലാം ഫീൽഡും ഫില്ല് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്ത ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വ്യൂ അല്ലെങ്കിൽ പ്രിന്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഈ പ്രിന്റ് ഔട്ടും മറ്റനുബന്ധ രേഖകളുമായിട്ട് നിങ്ങൾ മുന്നേ പഠിച്ചിരുന്ന സ്ഥാപനത്തിന്റെ മേലധികാരിക്ക് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമും അത് കൂടാതെയുള്ള അനുബന്ധ രേഖകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. SSLC, +2, VHSC, ബിരുദം, ബിരുദാനന്തരം, നിങ്ങൾ ഏത് കോഴ്സാണോ പാസ്സായത് അതിന്റെ മാർക്ക് ലിസ്റ്റ്, ഇനി അപേക്ഷകരുടെ സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ്, അതിൽ നിങ്ങളുടെ പേര്, ബാങ്കിന്റെ ബ്രാഞ്ച്, IFSC കോഡ് എന്നിവയുള്ള എല്ലാം വ്യക്തമായി കാണത്തക്ക രീതിയിലുള്ളൊരു പ്രിന്റ് ഔട്ടാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആധാർ കാർഡ് അല്ലെങ്കിൽ NPR കാർഡിന്റെ കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കൂടാതെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിന്റെ കോപ്പി, ഇതും ഈ പ്രിന്റ് ഔട്ടും കൂടി നിങ്ങൾ നിങ്ങളുടെ മുന്നേ പഠിച്ചിരുന്ന സ്ഥാപനത്തിന്റെ മേലധികാരിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. 26/12/2024 നിങ്ങൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് കൊടുത്തിരിക്കുന്നത് സൈറ്റിൽ. നിങ്ങൾ സ്ഥാപനത്തിന്റെ മേലധികാരിക്ക് കൊടുക്കേണ്ട ഡേറ്റ് ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ സ്കൂളിൽ നിന്നുള്ളതാണ് ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കുന്നത്. അപ്പോൾ
ഇനി നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. SSLC +2 വിദ്യാർത്ഥികൾക്ക് 10,000 രൂപയാണ് ലഭിക്കുക. ബിരുദവും ബിരുദാനന്തര തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 15,000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് ലഭിക്കുക. വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നത് അവരുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനവും കൂടാതെ അവർക്ക് ലഭിച്ച മാർക്കിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ ഇതിന്റെ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട്. അതിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫോൺ നമ്പർ ഒന്ന് പറയാം. 047123000524, അതല്ലെങ്കിൽ 0471230209. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് ഇന്ന് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from team Amazing Academics.